കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷ്ണു ഹർഷനോട് ചോദിക്കുക, അല്ല അകത്ത് കിടക്കുന്ന ആൾക്ക് എന്താ പറ്റിയത്? അറിയില്ല, ഒരു അപകടം പറ്റിയതാ, കൂടെ ആരും ഉണ്ടായില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഒരു സ്ത്രീയാ അത്. അന്നേരം വിഷ്ണു പറയണേ, എന്താണെങ്കിലും നല്ല മനസ്സുള്ള ആരോ ആണ്, അതുകൊണ്ടല്ലേ രക്ഷിക്കാൻ നിങ്ങളെപ്പോലെ ഒരാൾ കൃത്യസമയത്ത് എത്തിയത്. ഈ സമയം സിസ്റ്റർ പുറത്തേക്ക് വരിക. എന്നിട്ട് ഹർഷനോട് ചോദിക്കണേ, നിങ്ങൾ അകത്തെടുക്കുന്ന ആളുടെ ബന്ധുവോ മറ്റോ ആണോ? അല്ല. അല്ല സിസ്റ്റർ, ഇപ്പോൾ അവർക്ക് കുഴപ്പമൊന്നും എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാൽ പിന്നെ ഞാൻ പൊക്കോട്ടെ. അന്നേരം സിസ്റ്റർ പറഞ്ഞേ, അങ്ങനെ പോകാൻ പറ്റില്ല, ആ കുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും വരട്ടെ, അല്ലാതെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതേക്കുറിച്ച് ഹർഷൻ പറയണേ, ഇതേ കണ്ടില്ലേ, ഇങ്ങനെ ഓരോന്ന് പറയുന്നതുകൊണ്ടാണ് ഒരു അപകടം പറ്റിയാലും ആരും തിരിഞ്ഞു പോലും നോക്കാതെ പോകുന്നത്. പിന്നെ അപകടം പറ്റിയ കുട്ടിയുടെ ഫോൺ എൻ്റെ കയ്യിലുണ്ട്, ഇതാ ഫോൺ എന്ന് പറഞ്ഞ് സിസ്റ്ററിനെ ഏൽപ്പിക്കുക. ആ സമയം സിസ്റ്റർ പറയണേ, അല്ല ഈ ഫോൺ ലോക്കാണല്ലോ. അതെ, ഞാനും നോക്കി ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ എന്നറിയാൻ, പക്ഷെ ഫോൺ ലോക്കാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും സിസ്റ്റർ? അന്നേരം സിസ്റ്റർ പറയണേ, സാരമില്ല, ആരെങ്കിലും ഈ ഫോണിലേക്ക് വിളിക്കുവാണെങ്കിൽ അവരുടെ വിവരം പറയാം, നിങ്ങളതുവരെ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് സിസ്റ്റർ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം വിഷ്ണുവും പറയണേ, എന്താണെങ്കിലും ഇത്ര നേരം വെയിറ്റ് ചെയ്തില്ലേ, കുറച്ച് നേരം കൂടി കാത്തു നിൽക്കാനേ. ഇപ്പോൾ വഴിയിൽ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്ലോക്ക് വന്നാൽ എത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം, അതുപോലെ കരുതിയാൽ മതി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട്, അല്ല ശരിക്കും ഇതെവിടെ വെച്ച സംഭവം, എങ്ങനെയാണ് പറ്റിയത്? ഇടിച്ച വണ്ടി കണ്ടായിരുന്നോ? അന്നേരം ഹർഷൻ പറയണേ, ഇടിച്ച വണ്ടിയൊന്നും ഞാൻ കണ്ടില്ല, ആ വണ്ടി നിർത്താതെ വിട്ടു പോകുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നത് വേറൊരു ആവശ്യത്തിനായിരുന്നു എന്ന് പറഞ്ഞ് ഹർഷൻ പറയാൻ തുടങ്ങുമ്പോൾ ഒരു സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുവാണ്. എന്നിട്ട് മേടിക്കാനുള്ള കുറച്ച് മരുന്നിൻ്റെ ലിസ്റ്റ് ഹർഷന് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ ഹർഷൻ മരുന്ന് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് വീടിൻ്റെ അവിടെ ഗേറ്റിൽ കാത്തു നിൽക്കുന്ന സത്യനെയാണ് കേട്ടോ. സത്യ ശാലിനിയും ശാരദാമ്മയ്ക്ക് തിരിച്ചു വരുന്നത് കാത്തു നിൽക്കുക. അമ്മ ശാരദാമ്മയ്ക്ക് എന്താ വരാത്ത, എത്ര നേരമായി പോയിട്ട്, ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞ് ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ സത്യ. ഈ സമയം ശാലിനിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കാണുമ്പോൾ സിസ്റ്റർ വന്ന് കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ അമ്മേ. അന്നേരം സിസ്റ്ററോട് നിന്ന് സംസാരിക്കുവാണ് കേട്ടോ. അതേകുന്നതും സത്യ ചോദിക്കണേ, അല്ല ഇതാരാ, എൻ്റെ അമ്മയുടെ? ആ സമയം സിസ്റ്റർ പറയണേ, മോളെ വീട്ടിൽ മുതിർന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഫോൺ കൊടുക്കാവോ? ഇവിടെ ഇപ്പോൾ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്താ എൻ്റെ അമ്മക്ക് പറ്റിയത്? അമ്മ എന്തോ ഒന്നും സംസാരിക്കാത്തത്? മോളുടെ അമ്മക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി, ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അയ്യോ ആക്സിഡൻറ്റോ? എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അയ്യോ മോള് പേടിക്കൊന്നും വേണ്ട, മോള് വീട്ടിൽ ഉള്ള മുതിർന്ന ആരെങ്കിലും ഈ വിവരം അറിയിക്കേ, എന്നിട്ട് എത്രയും പെട്ടെന്ന് അവരെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. പേടിക്കാനൊന്നുമില്ല കേട്ടോ, അമ്മക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. അമ്മ ഇപ്പോഴേ നിർമ്മല ഹോസ്പിറ്റലിലാണ് ഉള്ളത്, അങ്ങോട്ടേക്ക് ആരെങ്കിലും കൂട്ടി മോള് വന്നാൽ മതി. അങ്ങനെ പറഞ്ഞ് കോള് കട്ടാക്കുവാണ്. ഈ സമയം സത്യ ടെൻഷനാകുക. ഈശ്വര, എൻ്റെ അമ്മയ്ക്ക് എന്തായിരിക്കും പറ്റിയത്? ആക്സിഡൻ്റ് ആണെന്നല്ലേ പറഞ്ഞത്? ഞാനിപ്പോൾ ആരെ വിളിക്കും? ശാരദാമ്മയെ വിളിക്കാം എന്ന് പറഞ്ഞ് ശാരദാമ്മയുടെ ഫോണിലേക്ക് വിളിക്കുക. എന്നാൽ കോൾ എടുക്കുന്നില്ല കേട്ടോ. അല്ലെങ്കിലും ഒരാവശ്യത്തിന് വിളിച്ചാൽ ഈ ശാരദാമ്മ ഫോൺ എടുക്കില്ല. ഇനിയിപ്പോൾ ആരെ വിളിക്കും? ശ്യാമാൻ്റെയെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് സത്യ. ഇതേ സമയം കാണിക്കുന്നത് ശ്യാമ അടുക്കളയിൽ നിന്ന് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുക. ഇന്നത്തോടെ കുഞ്ഞേച്ചിക്ക് ഈ വീട്ടിലേക്ക് വരാനുള്ള അവസാനത്തെ അവസരവും കൂടി നഷ്ടമാകും. കാർത്തിക ഈ വീട്ടിൽ കൂടുതൽ കരുത്തോടെ അധികാരം കാണിക്കുകയും ചെയ്യും. താലികെട്ട് നടക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ ഭരണമായിരുന്നു. അപ്പോൾ താലികെട്ട് കൂടിക്കഴിഞ്ഞാൽ അവൾ ഇപ്പോൾ കാണിക്കുന്നതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയായിരിക്കും കാണിക്കാൻ പോകുന്നത്. ക്ഷേത്രത്തിലെ ഒരുക്കങ്ങളൊക്കെ ആണെങ്കിൽ ഏതാണ്ട് പൂർത്തിയായും കഴിഞ്ഞു. അതിനു മുമ്പായിട്ട് കുഞ്ഞേച്ചിക്ക് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ടെൻഷനോട് കൂടി ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം പപ്പി അങ്ങോട്ടേക്ക് വരിക. അമ്മേ, എന്നോട് റെഡിയായില്ലേ എന്ന് ചോദിച്ചു. അവിടെ ക്ഷേത്രത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിന്ന്, നമ്മളോട് എത്രയും പെട്ടെന്ന് വന്നോന്ന് പറഞ്ഞു. ഞാൻ അമ്മ റെഡിയാകുമ്പോൾ അമ്മയുടെ കൂടെ വരാമെന്ന് പറഞ്ഞു. നമുക്ക് പോവാതിരുന്നാലോ? വിഷ്ണു അച്ഛന് പോലും ഇഷ്ടമല്ല ഈ വിവാഹം. അന്നേരം ശ്യാമ പറയണേ, ആദ്യ വിവാഹം നടക്കുമെന്ന് നോക്കാം, മോളെ വിവാഹം നടക്കാതിരിക്കാൻ നല്ലപോലെ പ്രാർത്ഥിക്കും. ഇനിയിപ്പോൾ എങ്ങനെ നടക്കാതിരിക്കാനമ്മേ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായില്ലേ? ആ സമയം ശ്യാമ പറയണേ, മോളുടെ ചേച്ചിയമ്മ വിവാഹത്തിൻ്റെ മുഹൂർത്തത്തിന് തൊട്ട് മുമ്പെങ്കിലും എന്തെങ്കിലും ഒരു തെളിവുമായിട്ട് വരും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വിവാഹം മുടങ്ങില്ലേ? മോള് നല്ലപോലെ പ്രാർത്ഥിക്കുക. എന്നാൽ ശരി, ഞാനേ കൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ പോയി ഒന്നുകൂടി പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പപ്പിമോൾ അവിടെ നിന്ന് ഓടിപ്പോകുക. ഈ സമയത്തായിരിക്കോട്ടോ സത്യയുടെ കോള് ശ്യാമയുടെ ഫോണിലേക്ക് വരുന്നത്. സത്യമോളാണല്ലോ. പപ്പിമോളാണെങ്കിൽ പ്രാർത്ഥിക്കാനും പോയി എന്ന് പറഞ്ഞാൽ ശ്യാമ തന്നെ കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ സത്യമോളെ. പപ്പിമോളെ പൂജാമുറിയിലാണ്, ഞാൻ കൊണ്ടേ കൊടുക്കാം. അന്നേരം സത്യ വരണേ, ആൻറ്റി എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് സത്യ കരയുവാണ്. അന്നേരം ശ്യാമ ചോദിക്കണേ, മോളെന്തിനാ കരയുന്നത്? അമ്മയ്ക്ക് എന്താ പറ്റിയത്? എൻ്റെ അമ്മക്കൊരു ആക്സിഡൻറ്റ് പറ്റി, ഇപ്പോൾ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അവിടുത്തെ സിസ്റ്റർ ആൻറ്റി എന്നെ വിളിച്ച് പറഞ്ഞത്. അത് കേട്ട് ശ്യാമൻ ഞെട്ടിപ്പോകുക. മോളെന്താ പറഞ്ഞത്? അമ്മക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്നോ? അതെ.
എനിക്കെൻ്റെ അമ്മയെ കാണണം ശ്യാമാൻറ്റി, എനിക്കെൻ്റെ അമ്മയെ ഇപ്പം തന്നെ കാണണം. ഈ സമയം ശ്യാമ പറയണേ, മോള് ഫോൺ ശാരദാമ്മക്കൊന്ന് കൊടുത്തേ. അന്നേരം സത്യ പറയണേ, ഇവിടെ ശാരദാമ്മയില്ല, മുത്തച്ഛനുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, എനിക്ക് അമ്മയെ ഇപ്പം തന്നെ കാണണം ശ്യാമാൻറ്റി. അന്നേരം ശ്യാമ പറയണേ, മോളെ വിഷമിക്കാതിരിക്കുക, ഞാൻ പപ്പുമോളെയും കൂട്ടി ഉടനെ അങ്ങോട്ടേക്ക് എത്താം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അമ്മയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകാം. മോള് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു കോൾ കട്ടാക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ശാലിനി കിടക്കുന്ന റൂമിൻ്റെ ആ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്ന വിഷ്ണുവിനെയാണ് കേട്ടോ. ഈ സമയം കമലൻ മരുന്നൊക്കെ വാങ്ങി തിരികെ എത്തുവാണ്. അങ്ങനെ കമലനും വിഷ്ണുവും കൂടി സംസാരിച്ച് നിൽക്കുമായിരിക്കും. പെട്ടെന്ന് വിഷ്ണുവിന് ബാമയുടെ കോൾ വരുവാണ് കേട്ടോ. വിഷ്ണു കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അമ്മയാണ് വിളിക്കുന്നത്. എന്നാൽ പിന്നെ ഇവിടെ വേറെ ആവശ്യമൊന്നുമില്ലെങ്കിൽ ഞാൻ പോകട്ടെ, അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അന്നേരം കമലൻ പറയണേ, ഓ ഞാൻ ആ കാര്യം മറന്നു, ഇന്ന് ആശാൻ്റെ വിവാഹമാണല്ലോ. ശരി ആശാ പൊക്കോ. അന്നേരം വിഷ്ണു സങ്കടത്തോടെ പറയണേ, എല്ലാം അമ്മയുടെ ഓരോ ആഗ്രഹങ്ങൾ, അമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടി വെറുതെ വഴങ്ങിക്കൊടുക്കുന്നു. ഇത്രയും നാൾ എൻ്റെ ജീവിതം പകുതി ചത്ത പോലെയായിരുന്നു. ഈ വിവാഹത്തോടെ പൂർണ്ണമായും ചാകും. അതിനുശേഷം ജീവനുള്ള ഒരു ശരീരം മാത്രമാകും ഞാൻ. ഈ സമയം കമലം പറയണേ, ഇതെല്ലാം ആശാൻ തന്നെയല്ലേ നടത്തി വെച്ചത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ആശാൻ്റെ മനസ്സിൽ ഏട്ടത്തേമ്മ മാത്രമേ ഉള്ളൂ. ഈ വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ദാമ്പത്യ ജീവിതം നടത്താൻ പറ്റുമോ? ഇല്ല, ആശാൻ്റെ ഉള്ളിൽ ഏട്ടത്തേമ്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ആശാൻ്റെ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും എനിക്കറിയാം. നിങ്ങൾ രണ്ടാളും എത്രത്തോളം പരസ്പരം മനസ്സ് കൊടുത്ത് ഇഷ്ടപ്പെട്ടവരാണ്. സ്നേഹത്തിൻ്റെ ഒരു അക്ഷയപാത്രം തന്നെയാണ് ഏട്ടത്തിയമ്മ. ആ ഏട്ടത്തിയമ്മയെ വിട്ടുകളയാൻ ആശാൻ എങ്ങനെയാണ് മനസ്സ് വന്നത്? അന്നേരം വിഷ്ണു പറയണേ, എടാ കഴിഞ്ഞ 6 വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിട്ടില്ല, മനസ്സറിഞ്ഞൊന്നും ചിരിച്ചിട്ടില്ല. അങ്ങനെ ചിരിക്കാൻ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഗോഷ്ഠിയായി മാറുകയുള്ളൂ. അതുകൊണ്ട് ആ വികാരം തന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. ശാലിനി എന്നിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ നാടകം കളിച്ചത്. പക്ഷേ എന്നാൽ അത് വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നിപ്പോയി. എന്നാൽ പിന്നീട് തിരുത്താൻ പറ്റാത്ത വലിയൊരു തെറ്റായി അത് മാറുകയും ചെയ്തു. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്ത് കാര്യം? ഇന്ന് 12:10 അമ്മ കുറിച്ചിരിക്കുന്ന മുഹൂർത്തവും കൂടി കഴിഞ്ഞതോടെ എൻ്റെ ജീവിതം ഏതാണ്ട് തീർന്നടാ. അതിനുശേഷം എൻ്റെ ഈ ജന്മം അങ്ങ് അവസാനിപ്പിച്ചാലും മതി ആശാനെ എന്ന് പറഞ്ഞ് കമലൻ ഇങ്ങനെ പറയുക. അന്നേരം വിഷ്ണു പറയണേ, നീ എന്താണെങ്കിലും ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മടിക്കാനൊന്നും നിൽക്കണ്ട, എന്നെ എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിക്കണം. അവിടെ നടക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അത് വെറുതെ ഒരു സമയം കൊല്ലി മാത്രമാണ്. നീ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം, ഞാൻ ഓടിയെത്തും. അങ്ങനെ പറഞ്ഞ് വിഷ്ണു അവിടെ നിന്നും പോകുവാണ് കേട്ടോ. വിഷ്ണു അങ്ങനെ ജി പി കയറാൻ തുടങ്ങുമ്പോഴേക്കും ഒരു കോൾ വരുവാണ്. അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കും കേട്ടോ കാറിൽ ശ്യാമയും സത്യയും പപ്പിയും അവിടെ എത്തുന്നത്. അങ്ങനെ അവർ അകത്തേക്ക് കയറി പോകുവാണ്. വിഷ്ണുവിനെ ആണെങ്കിൽ അവർ കാണുന്നില്ല. ഈ സമയം വിഷ്ണു കോളൊക്കെ കട്ട് ചെയ്ത് ജി പി കയറി വിഷ്ണുവും അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ശാലിനി കിടക്കുന്ന റൂമിലെത്തുന്ന ശ്യാമേനെയും കുട്ടികളെയുമാണ് കേട്ടോ. ഈ സമയം അമ്മയുടെ കിടപ്പ് കാണുമ്പോൾ തന്നെ സത്യക്ക് വല്ലാതെ സങ്കടമാകുക. അമ്മേ കണ്ണു തുറക്ക്, അമ്മയുടെ സത്യമോൾ എത്തിയിട്ടുണ്ട്, കണ്ണു തുറന്ന് എന്നെ ഒന്ന് നോക്കമ്മേ എന്ന് പറഞ്ഞ് തട്ടി ഇങ്ങനെ വിളിക്കുവാണ്. ഈ സമയം പപ്പിയും പറയണേ, ആൻറ്റി കണ്ണു തുറക്ക്, പപ്പിമോളും വന്നിട്ടുണ്ട്, നോക്ക ആൻറ്റി. അന്നേരം സത്യ ചോദിക്കുക, എന്താ ശ്യാമ ആൻറ്റി എൻ്റെ അമ്മ കണ്ണു തുറക്കാത്തത്? ഈ സമയം സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോളെ അമ്മ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തല്ലേ, അമ്മ ഉറങ്ങുമല്ലേ, ഉറങ്ങുന്നവരെ അങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താമോ? മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ, അമ്മയ്ക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഈ സമയം ശ്യാമ ചോദിക്കണേ, അല്ല സിസ്റ്റർ കുഞ്ഞേച്ചി എന്താ കണ്ണു തുറക്കാത്തത്? അതെ, വീഴ്ചയിൽ തലയ്ക്ക് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്, നല്ല വേദന ഉണ്ടാവും, വേദന മാറാനായിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മയക്കത്തിലാണ്, കുറച്ച് നേരം കഴിയുമ്പോൾ കണ്ണു തുറക്കും. അങ്ങനെ പറഞ്ഞ് സിസ്റ്റർ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും ഹർഷൻ മരുന്നൊക്കെ വാങ്ങിച്ചു വരുന്നത്. അങ്ങനെ ആ മരുന്ന് സിസ്റ്ററിനെ ഏൽപ്പിക്കുക. ഈ സമയം സിസ്റ്റർ പറയണേ, അതെ ആക്സിഡൻറ്റ് പറ്റിയ ആ സ്ത്രീയുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം കേട്ടോ. ആണോ, എന്നാൽ ശരി. അല്ല നിങ്ങൾക്ക് അകത്തിരിക്കുന്നവരെ കാണണ്ടേ എന്ന് ഹർഷനോട് ചോദിക്കുക. ആ സമയം ഹർഷൻ പറയണേ, എന്തിന്, നന്ദി വാക്ക് കേൾക്കാനോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ നാളൊരിക്കൽ എനിക്കൊരു അപകടം വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ രക്ഷിച്ചവരായിരിക്കും ചിലപ്പോൾ എൻ്റെ രക്ഷയ്ക്കെത്തുന്നത്. എന്നാൽ ശരി സിസ്റ്ററെ എന്ന് പറഞ്ഞ് ഹർഷൻ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം മരുന്നുമായിട്ട് സിസ്റ്റർ അകത്തേക്ക് എത്തുക. അതെ, ഈ സ്ത്രീയെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആളാണ് ഈ മരുന്നൊക്കെ വാങ്ങിച്ചത്. അയാളിപ്പോൾ പോയി, നിങ്ങൾ വന്നത് കാരണം ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അന്നേരം ശ്യാമ പറയണേ, അയ്യോ അയാൾ പോയോ, ഒരു നന്ദി വാക്ക് പോലും പറയാൻ പറ്റിയില്ലല്ലോ. അന്നേരം നഴ്സ് പറയണേ, അതൊന്നും ആവശ്യമില്ല, അയാൾ ഇതൊന്നും ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ പിന്നെ നിങ്ങളെല്ലാവരും കുറച്ചു നേരം പുറത്ത് വയ്ക്കുക, പേഷ്യൻ്റ് റെസ്റ്റ് എടുത്തോട്ടെ. അങ്ങനെ ശ്യാമ മക്കളെ കൂട്ടി പുറത്ത് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം സത്യയും പപ്പിയും കൂടി സംസാരിക്കുവാണ്. പപ്പി പറയുക, ഇന്ന് വിഷ്ണുവച്ചൻ്റെ കല്യാണം, സത്യയുടെ അമ്മ എന്തെങ്കിലും തെളിവായിട്ട് വന്ന് കല്യാണം മുടക്കുമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ ഇപ്പോൾ ഇങ്ങനെയായില്ലേ, പാവം വിഷ്ണുവച്ചൻ ആകെ സങ്കടത്തിലായിരിക്കും. ഈ സമയം ശ്യാമ കുട്ടികളുടെ അരികിലേക്ക് വരിക. അതെ മക്കളെ, നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ ഇരിക്കണേ, ഞാനേ അകത്തേക്കൊന്ന് പോയിട്ട് വേഗം വരാം, രണ്ടാളും ഒരിടത്തും പോകരുത്. ശ്യാമാൻറ്റി എൻ്റെ അമ്മ കണ്ണു തുറന്നോ? കണ്ണു തുറന്നിട്ടില്ലെന്നല്ലേ നേഴ്സ് പറഞ്ഞത്? കണ്ണു തുറന്നു കഴിഞ്ഞാലേ ആദ്യം പറയുക സത്യമോളെ കാണണമെന്നായിരിക്കും. അപ്പോൾ ആൻറ്റി മോളെ വിളിക്കാം കേട്ടോ. പപ്പി ഈ ഫോണിൽ ഗെയിം കളിച്ച് ഇവിടെ തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞ് ശ്യാമ അകത്തേക്ക് പോകുവാണ്. ഈ സമയം പപ്പി പറയണേ,
സത്യെ നമുക്ക് വിഷ്ണുവച്ചനെ വിളിച്ച് സത്യയുടെ അമ്മയുടെ കാര്യം പറഞ്ഞാലോ, മാത്രമല്ല വിവാഹം നടക്കുമോ ഇല്ലയോ എന്ന് ചോദിക്കുകയും ചെയ്യാലോ. അങ്ങനെ പറഞ്ഞ പാപ്പി വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുവാണ്ടോ. ഈ സമയം വിഷ്ണു ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫോണൊന്നും എടുക്കുന്നില്ല. അന്നേരം പാപ്പി പറയണേ, കോള് പോണില്ലല്ലോ, റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു, നമുക്ക് പുറത്ത് പോയി നിന്ന് വിളിക്കാം, പുറത്ത് നല്ല റേഞ്ച് ഉണ്ടാവും. അങ്ങനെ പറഞ്ഞ് സത്യയും പപ്പിയും കൂടി പുറത്തേക്ക് വരുവാണ്. ഈ സമയം പുറത്ത് കാറിൻ്റെ അവിടെ നിന്ന് ഹർഷൻ ഫോണിൽ ആരോട് സംസാരിക്കുമായിരിക്കും. അതെ, എൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ എനിക്കറിയാം, അതിൽ നിങ്ങളുടെ ഉപദേശമൊന്നും എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ആരോട് ദേഷ്യത്തിൽ സംസാരിക്കുവാണ് കേട്ടോ. ഈ സമയം പുറത്തേക്ക് വരുന്ന കുട്ടികൾ അവിടെ ഫോണിൽ സംസാരിക്കുന്ന ഹർഷനെ കാണുവാണ്. അങ്ങനെ അവർക്ക് രണ്ടാൾക്കും ഹർഷനെ മനസ്സിലാകുവാണ് കേട്ടോ. ഹർഷനെ കണ്ട് ഞെട്ടി നിൽക്കുന്ന കുട്ടികളെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്